ഇപ്പോൾ നമ്മുടെ കപ്പയും ബീഫും റെഡി ആയി കഴിഞ്ഞു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കപ്പയും ബീഫും തയ്യാറാക്കിയാലോ. സാധാരണ കപ്പയും ബീഫും എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണി അല്ല കേട്ടോ. കപ്പയും ബീഫും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ നമ്മൾ ചെണ്ട പുഴുങ്ങില്ലേ, കപ്പ ചെണ്ട പുഴുങ്ങിയതും ബീഫുമാണ് തയ്യാറാക്കുന്നത്. ബീഫ് കറിയുടെ കൂടെ കപ്പ ചെണ്ട പുഴുങ്ങിയത് ഒരു വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ആ കപ്പയിലേക്ക് ബീഫിൻ്റെ ടേസ്റ്റ് ഒക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട അളവുകളാണ് കേട്ടോ പറയുന്നത്. ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് എടുക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള സവോള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുത്തു. ഒരു 25 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 6 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി ആണെങ്കിൽ ഒരു 12 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പയാണ്. കപ്പ നമുക്ക് ഒരു 3/4 കിലോ കപ്പ തന്നെ എടുക്കാം. 3/4 കിലോ കപ്പ എങ്ങനെയാണെന്നുള്ളത് പറയാം. ആദ്യം നമ്മൾ ബീഫ് റെഡിയാക്കിയിട്ട് വേണമല്ലോ കപ്പയുടെ കാര്യം. അപ്പോൾ ബീഫ് കറി വയ്ക്കാനായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബീഫ് നമുക്ക് ഈ ഒരു ബൗളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാനുണ്ട്. അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ബീഫിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. ടീസ്പൂണിലാണ് കേട്ടോ എല്ലാം ചേർക്കുന്നത്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. കളർ കിട്ടാനായിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. ഞാനിപ്പോൾ മീറ്റ് മസാലയല്ല ഗരം മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല. മീറ്റ് മസാല ആണെങ്കിൽ 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ വീതം ചേർക്കുക. ബീഫിന് ആവശ്യമായ ഉപ്പും ചേർക്കുക. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പകുതി ജ്യൂസ്. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാൻ പറ്റുന്നത് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർക്കാം കേട്ടോ. നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർക്കുകയാണ് നല്ലത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബീഫിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഉള്ളിയും സവോളയും ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മാത്രം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി, ഇല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ മിക്സ് ചെയ്യാൻ എളുപ്പം ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫും മസാലകളും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു കുക്കറിലേക്ക് മാറ്റാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ വേവിക്കാന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് കുറച്ച് നെയ്യുള്ള ബീഫ് എടുക്കായിരിക്കും നല്ലത്. ഒട്ടും നെയ്യില്ലാത്ത ബീഫ് എടുക്കരുത്. പിന്നെ നമ്മളിത് വേവിക്കുമ്പോൾ ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഒരു 4-5 വിസിൽ നിങ്ങളുടെ കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടോ. ചില കുക്കറിൽ ബീഫ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് 2 കാര്യങ്ങളും ഡിപ്പെൻസ് ആണ്. എൻ്റെ കയ്യിലുള്ള ബീഫ് ഒരു 6 വിസിൽ വരുമ്പോഴാണ് കുക്കായി കിട്ടുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതുപോലെ ബാക്കി 5 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്, ചെറിയ ബർണറിൽ. അപ്പോൾ അത്രയും സമയം നമ്മൾ വേവിച്ചെടുക്കുക. നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ എത്ര വിസിൽ വരുന്നത് വരെയാണെന്ന് വെച്ചാൽ അതുപോലെ വേവിക്കുക. ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലായിരിക്കണം, ബാക്കിയുള്ള വിസിൽ ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ ഇനി ബീഫ് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഇപ്പോൾ നമ്മുടെ കപ്പ നമ്മളിതാ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട, നീളത്തിൽ 2ആയിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബീഫ് റോസ്റ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കപ്പ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ബീഫ് റോസ്റ്റ് ആക്കുന്നതിനിടയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബീഫ് റോസ്റ്റ് ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ബീഫൊക്കെ കുക്കറിൽ കുക്കായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. നമ്മൾ ബീഫിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടെങ്കിലും
ബാക്കി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഇതുപോലൊരു ചട്ടിയിൽ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഉരുളിയിൽ ചെയ്യാം. ചെറിയ പാത്രങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി കറക്റ്റ് ആവില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉള്ളിയാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് സവോളയും പച്ചമുളകും. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളിക്കും ഇഞ്ചിക്കും സവോളയ്ക്കും പച്ചമുളകിനും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ ബീഫിന് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സവോളയ്ക്കും ഉള്ളിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ധാരാളമായിട്ട് എടുത്തു വെച്ചോളൂ, ഇടയ്ക്കിടയ്ക്ക് ചേർക്കേണ്ടി വരും. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഉള്ളിയും സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് വയ്ക്കുക എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി പൊടികൾ ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. മീറ്റ് മസാല ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. ഇനി നമ്മൾ പൊടികളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പൊടികൾ കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടിയിലാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പൊടികൾ കുക്കായി വരും. അപ്പോൾ നന്നായിട്ട് പൊടികളൊന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ബീഫിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കാം കേട്ടോ. പിന്നെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബീഫിൻ്റെ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ബീഫിന് ഉപ്പും എരിവും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാല ഉണ്ടാക്കിയില്ലേ അതിലേക്ക് ഉപ്പും എരിവും കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇനി ഒരു കാര്യവും കൂടി ചേർക്കാൻ പോവാണ്. ഇനി നമ്മുടെ ബീഫ് ഒന്ന് തിളച്ച് തുടങ്ങണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രേവി നമ്മുടെ മസാലയും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങണം. ആ തിളച്ച് തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിനി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഉണ്ടല്ലോ, നമ്മൾ ഈ കറി തിളച്ച് തുടങ്ങുമ്പോൾ ഇതാ ഇതുപോലെയാണ് കപ്പ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഓരോ പീസും ഇതുപോലെ വെച്ചു കൊടുക്കുക. അമർത്തി പ്രസ് ചെയ്തൊന്നും വെക്കണ്ട കേട്ടോ, ബീഫിന് മുകളിൽ കപ്പ ഇരുന്നോളും. ഇതാണ് ഞാൻ കുറച്ച് ഗ്രേവി വേണം എന്ന് പറഞ്ഞത്. ഗ്രേവി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് ഗ്രേവി ആക്കിയെടുക്കുക. കുറച്ച് വൈഡായിട്ടുള്ള പാൻ വേണമെന്ന് പറഞ്ഞില്ലേ, അതും ഇതാണ് കാര്യം. നമ്മുടെ കപ്പയുടെ കഷ്ണങ്ങൾ മുഴുവനും ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയും പീസുകളാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നന്നായിട്ട് തിളച്ച് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കപ്പ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കണ്ടേ. ഇതാ പകുതി ഭാഗമൊക്കെ കുക്കായി. ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിരിക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അടുത്ത സൈഡിലേക്ക്. എന്താണെന്ന് വെച്ചാൽ 2 സൈഡും കുക്കാവണ്ടേ കപ്പയുടെ. ഒരു സൈഡ് മാത്രം കുക്കായാൽ പോരല്ലോ. അടുത്ത സൈഡിലേക്ക് കുക്കാവാനായിട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. ഈ ബീഫിലുള്ള നെയ്യൊക്കെ നമ്മുടെ കപ്പയിലേക്ക് പിടിക്കണം. അതുപോലെ ആ മസാലയും ഒക്കെ പിടിച്ചു വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കുന്നത്. ഇളക്കി മിക്സ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എല്ലാ കപ്പയുടെ പീസുകളും ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കട്ടെ. കപ്പ വേഗം കുക്കാവുന്ന കപ്പയാണെങ്കിൽ ഇത്രയും ഗ്രേവി വേണ്ട. നമ്മുടെ കയ്യിലുള്ള കപ്പയുടെ കുക്കിംഗ് ടൈം അനുസരിച്ച് ഗ്രേവിയുടെ അളവിൽ വ്യത്യാസം വരും. ഈ കപ്പ വേഗം കുക്കാവുന്ന കപ്പയാണ്. അപ്പോൾ ഗ്രേവിയൊക്കെ റെഡ്യൂസായി തുടങ്ങി. ഇപ്പോൾ ഇതാ നമ്മുടെ കപ്പയും ബീഫും റെഡി ആയി കഴിഞ്ഞു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കപ്പയൊക്കെ കുക്കായിട്ടുണ്ട്. ഞാൻ കപ്പ കുക്കായോ എന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോർക്ക് എടുത്ത് ഇതുപോലെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ വിട്ട് വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ കപ്പയൊക്കെ കുക്കായി. കപ്പയിലേക്ക് മസാലയൊക്കെ പിടിച്ച് ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇതുപോലെ ലാസ്റ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം കഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില. ഇതും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. ആ കറിവേപ്പിലയുടെ ഫ്ലേവറും പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറും ഒന്ന്
നമ്മുടെ ബീഫിലേക്കും കപ്പയിലേക്കും ഒക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എല്ലാം ചേർത്ത് അങ്ങോട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ കപ്പയും ബീഫും പരിപാടി. സാധാരണ നിങ്ങൾ ഇങ്ങനെ കപ്പയും ബീഫും ഉണ്ടാക്കാറില്ലല്ലോ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ചട്ടിയുടെ ചൂടിൽ വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ചട്ടിയുടെ ചൂടിൽ കുറച്ച് സമയം കൂടി തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കറിവേപ്പിലേക്ക് ഒന്ന് വാടി കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ, ഈ റെസിപ്പി ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.